ഹലോ ഗൈസ്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയുണ്ടാവും, പുലർച്ചെ 4 മണി. അപ്പം നമ്മൾ അടുത്തൊരു ട്രിപ്പ് പോവുകയാണ്. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അടുത്തൊരു ട്രിപ്പ് നമ്മളിതേ ഓണാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് അമേരിക്കയിലെ ലാസ് വേഗാസ്, പാപനഗരം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് 6:30-ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. സോ നമ്മളിവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ ട്രാവലേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളൊക്കെ ഏകദേശം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അവരുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പം ഇച്ചിരി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇപ്പം ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനാണെങ്കിൽ പോലും ഇവിടെ ഇച്ചിരി അണ്ണന്മാരുടെ നേഷനിലെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പാസ്പോർട്ട്, I-94 അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി പോയാലോ. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകളായിരിക്കും, ലാസ് വേഗാസ് കാഴ്ചകളായിരിക്കും. അപ്പം നമുക്ക് പതുക്കെ പോവാം. അപ്പോൾ പോവാം. ഓക്കെ, ഇപ്പോൾ എയർപോർട്ടിനകത്ത് ഇതായി നോർത്ത് വെസ്റ്റ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് അല്ലേ ഇത്? ഇപ്പം കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. സുധര വരുന്നോ? ലാസ്റ്റ് ട്രിപ്പിലേക്കല്ല, ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. ലാസ് വേഗാസ് ആണ്. മനം മാറുമോ? ഓക്കെ, അങ്ങനെ നമ്മളിത് എയർപോർട്ടിലെത്തി. ഈ എയർപോർട്ടിൻ്റെ കഥയൊക്കെ ശോകമാണ്. ഒരു കുഞ്ഞ് എയർപോർട്ടാട്ടോ. അടിയിൽ ഏറ്റവും അടിയിൽ അതാ. ഓക്കെ, സെറ്റ്. ഓക്കെ, അങ്ങനെ എയർപോർട്ട് എൻട്രൻസ് അങ്ങോട്ടൊക്കെ. ഇവിടെ എന്ത് ഫുള്ള് പണി നടക്കുക കേട്ടോ, അല്ലേ? തുടക്കം തന്നെ. Don't push back. Oh. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. അതെ, ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടൽ കേട്ടോ, ഫ്ലെമിംഗോ. ഇവിടെ എല്ലാ ഹോട്ടലുള്ളിൽ ഇങ്ങനത്തെ അവസ്ഥ കേട്ടോ. ഇതേ ഫുള്ള് കാസിനോ. സോ നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി കേട്ടോ. ഇവിടെ എല്ലാ ഹോട്ടലും ഒരു മാള് പോലെയാണ്. അതിനുള്ള കാസിനോ ഉണ്ടാവും, കുറേ മറ്റേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ രാവിലെ കയറിയതാവും, ഒരു വക കഴിച്ചില്ല. ഇപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 മണിക്കാണ് ചെക്കിൻ. ഇപ്പം ടൈം 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളെന്താക്കും, ഫുഡ് കഴിച്ചിട്ട് എന്താക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഇവിടെ 32 33 അങ്ങനെ എന്താണ്, പക്ഷേ ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല. ചുറ്റിൽ കൂടിയൊക്കെ നടക്കാൻ പറ്റും. റൂമൊക്കെ ഒരു സെറ്റിലൊക്കെ ആയതിനു ശേഷം നമുക്ക് രാത്രി എന്തായാലും അതിലൊക്കെ ഒന്ന് നടക്കാം, കുറേ കാഴ്ചകളൊക്കെ കാണും. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ജങ്ക് ഫുഡിനൊരു പര്യായമുണ്ടെങ്കിൽ അതിതാണ്. എൻ്റെ തന്നെ വേറെ രക്ഷയില്ല. ഇവിടെ വന്നിട്ട് ഇതല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. സോ തൽക്കാലം ഇതിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സോസൊന്നുമില്ല. ബർഗറിലാണ് സോസ് വെച്ചത്. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലൊക്കെ കയറിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ,
സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇനി ലാസ് വേഗാസിലെ അടുത്ത ഒരു 4 ദിവസം നമ്മൾ ഇവിടെ തന്നെ ആക്കി കേട്ടോ. ബാൽക്കണി ഉണ്ടല്ലോ, തുറന്നു നോക്കിയാലോ സംഭവം. ഓ കൊള്ളാട്ടോ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്, അത് സീസർ പാലസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആഹാ കൊള്ളാം, വലിയത്. അത് ഇതിനെക്കാട്ടും ഇച്ചിരി വലിയ ഹോട്ടലാണ്. പിന്നെ അതേ ദൂരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ മലനിരകൾ. ആക്ച്വലി ഈ ലാസ് വേഗാസ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ് മൊത്തത്തിൽ. ഓക്കെ, അപ്പം മരുഭൂമിൻ്റെ നടുവിൽ ഒരു കിഡൻ സിറ്റി, ഒരു സിൻ സിറ്റി, ഒരു പാപനഗരം. അതെന്താ പാപനഗരം എന്ന് പറയുന്നത് എന്താ എനിക്കിന്ന് മനസ്സിലായി. ഞാനൊന്ന് വെറുതെ നടക്കാൻ പോയതാണ്. വെറുതെ ഞങ്ങൾക്ക് ഇവിടെ 3:30-ക്കാണ് ചെക്കിന്. ഒരു വെറുതെ നടക്കാൻ പോയതാണ്. അപ്പോൾ ഏകദേശം ഈ സിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി. അതെ, കളർഫുൾ സിറ്റി എന്ന് പറഞ്ഞാൽ കളർഫുൾ സിറ്റി. പക്ഷേ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം കാണണമെങ്കിൽ രാത്രി പോകണം. രാത്രിയാക്കി ലൈറ്റൊക്കെ ആയിട്ട് ഫുൾ സെറ്റ്. ഇവിടെ സ്ട്രിപ്പ് സംഭവമുണ്ട്. ഇവിടെ ഒരു വലിയൊരു സ്ട്രീറ്റാണ്. അപ്പോൾ അതിൽ മൊത്തം എന്താ പറയുക, ഫുള്ള് കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളും പിന്നെ പാർട്ടി, പബ്ബ്, അങ്ങനെ പലതും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണുള്ളത്. അപ്പം ഇവിടെ എന്താ പറയില്ലായിരുന്ന വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലാസ് വേഗാസ് സ്റ്റേ ഇൻ വേഗാസ്, റൈറ്റ് അല്ലേ? അതായത് വേഗാസിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും വേഗാസ് വിട്ട് പുറത്ത് പോകരുത് എന്നാണ് ഇവിടേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് പലരും ഞങ്ങളോട് പറഞ്ഞത്. എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഒന്ന് റൂമിൽ കയറി ഒന്ന് ഫ്രഷായി സെറ്റായി ഒരു 2 മണിക്കൂർ ഒന്ന് കിടന്ന് കാരണം തീരെ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. ഫ്ലൈറ്റിലൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണിച്ച്. അതായത് ഇന്നലെയും ഉറക്ക് ശരിയായില്ല. അപ്പോൾ ഒന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷായി എണീറ്റിട്ട് വൈകുന്നേരം കളർഫുൾ കാഴ്ചകൾ കാണാൻ പോവാം. പിന്നെ അതുപോലെ വേറൊരു കാര്യം ഇവിടെ അടിപൊളിയായി തോന്നിയെന്താ അറിയുമോ, ഇവിടെ നമുക്കിപ്പം നേരത്തെ വന്നു, ചെക്ക് ഇൻ ലേറ്റ് ആയിട്ടാണ്, അതായത് വൈകുന്നേരം ഒരു 3:30-ക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ലഗേജ് ഇവരുടെ ഒരു ഡ്രോപ്പ് പോയിൻ്റ് ഉണ്ട് ഹോട്ടലിൽ. ഓക്കെ, ആ ഡ്രോപ്പ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് കറങ്ങാൻ പോവാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരെ നമ്മുടെ ബാഗേജ് ഇവിടെ എത്തിക്കും. അത് നല്ലൊരു നമ്മളിതേ ഇപ്പം അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. സംഭവം ഇവിടെ കൂടെ എത്തിയിട്ടേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഹോട്ടലിലും ഉണ്ടെന്ന് തോന്നിട്ടത്. അത് നല്ലൊരു പരിപാടി കേട്ടോ. കാരണം 10 സാധനം എത്തി. അപ്പോൾ അത് സംഭവം അടിപൊളിയാണ്. ബാഗും തൂക്കി പിടിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പൊ അതും കൂടി ഒന്ന് ചെക്കൗട്ടിനുണ്ടോ? ഓ ശരിയാ, ചെക്കൗട്ട് 11 o'clock. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റണ്ടോ അല്ലേ? ഓ ശരിയാ. അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യണം തോന്നി. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരാൾ ലാസ് വേഗാസിൽ വരികയാണെങ്കിൽ ഉപകാരമായിക്കോട്ടെ. ഏത് ഓക്കെ, അപ്പോൾ ഒന്ന് സെറ്റാക്കാം. കാഴ്ച തന്നെ നമുക്ക് പിന്നെ കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിതേ ഫ്രഷായി നമ്മളങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ കാണാൻ പറ്റും സിറ്റിയൊക്കെ ഇങ്ങനെ ഓണായി വരുന്നുണ്ട്. നല്ല കിഡിലൻ സൺസെറ്റ് കഴിഞ്ഞു. ഓ സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് പോവല്ലേ? ഓക്കെ കൂൾ. എല്ലാവരും ഓപ്പണാക്കി തുടങ്ങി കേട്ടോ. എല്ലാവരും ചൂതാട്ടത്തിൻ്റെ തിരക്കിലാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. തിരക്കാണ് കേട്ടോ, ഈ സ്ട്രീറ്റ് മൊത്തം തിരക്കാണ് കേട്ടോ. ഒരാളിരുന്ന് പാടുന്നു, അടിപൊളി. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതൊക്കെ കാണാം കേട്ടോ. പാട്ട്, ഡാൻസ് അങ്ങനെയായിട്ട് കുറേ ഇങ്ങനെ കാണാം കേട്ടോ. See guys, അവിടെ നമുക്ക് ഒരു
വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതിൻ്റെ ഷോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇരുടായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഇരുടായിട്ട് നമ്മൾ ആ സൈഡിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ. അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. നോക്ക്, ഈ ബസ്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡെക്ക് ടൂർ എടുക്കാം കേട്ടോ. സിറ്റി മൊത്തം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അതിനകത്ത് കയറിയിട്ട്. അങ്ങനെ എല്ലാവരും ഒരു കിടിലം വൈബിലാട്ടോ നടക്കുന്നത്. Feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yo, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been നമ്മളങ്ങനെ ആ ഫൗണ്ടൈൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു 10 മിനിറ്റിനുള്ളിൽ ഷോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റും. ഇത് എവിടെ നിന്നാണ് കേട്ടോ, ഇത് ഇവിടുത്തെ ഫേമസ് ഒരു ഹോട്ടലാണ്, ബെല്ലാജിയോ എന്നാണ്. അതിൻ്റെ മുന്നിലാണ് ഈ ഫൗണ്ടൈൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ താങ്ക് യു. ഇവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുക. അപ്പം $5 $10 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ളത്. Welcome to the United States. We love you, but we work hard. Thank you. കണ്ടോ, കുറേ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതേ ഫൗണ്ടൈൻ ഷോ തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓ കിഡിലാണ് കേട്ടോ. ഒരു ഷോ കഴിഞ്ഞല്ലേ, നൈസ്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ അടിപൊളി, നന്നായിട്ടേ. നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടി നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് കേട്ടോ, അടിപൊളിയായിട്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൽ കൂടി ഇങ്ങനെ നടന്നു, ഒന്ന് റൗണ്ട് അടിച്ച് ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നാളത്തെ വീഡിയോ മുതൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അപ്പം നാളത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുത്തെ സ്പിയർ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നാളെ മുതലുള്ള വീഡിയോസ് മറക്കാതെ കാണുക. അപ്പോൾ അതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.